വെളിപ്പാട് പുസ്തക പഠനം പാർട്ട് നമ്പർ 54. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 17-ാം അധ്യായത്തിലെ വിഷയം പഠിച്ചപ്പോൾ പ്രധാനമായി 4 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടതായി വന്നത്. മഹാവേശ്യ ആരാണ്? അവളിരിക്കുന്ന മൃഗം ഏതാണ്? പെരുവെള്ളം എന്നാൽ എന്താണ്? ബാബിലോൺ എന്താണ്? ഇങ്ങനെ 4 ചോദ്യങ്ങളുടെ ഉത്തരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവസാനമായി സ്ത്രീ അഥവാ വേശ്യ ആരാണ് എന്നുള്ള കാര്യം ചിന്തിച്ചപ്പോൾ അത് കാണിക്കുന്നത് സ്വർഗീയ പിതാവിനെ വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച റോമാമതമായ കത്തോലിക്ക സഭയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ സ്ത്രീ അഥവാ വേശ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം കാണുകയുണ്ടായി. ബാബിലോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാബേൽ ആണ് എന്നതും നാം ചിന്തിച്ചു. BC 133 ബാബിലോണിയ പുരോഹിതനായിരുന്ന അറ്റ്ലസ് മരിക്കുകയുണ്ടായി. തുടർന്ന് ഇദ്ദേഹത്തിന്റെ മരണപത്രികയിൽ തുടർന്നുള്ള അധികാരം റോമാ സാമ്രാജ്യത്തിന് നൽകിയുണ്ടായി. AD 376 വരെ ഇത് തുടർന്നതായി KE എബ്രഹാം മർമ്മം മഹദിയാം ബാബിലോൺ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു. മർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബിലോണിയ മതത്തിൽ പല മർമ്മങ്ങളും ഉണ്ടായിരുന്നു. ഈ മർമ്മങ്ങൾ കത്തോലിക്ക സഭയിലും ഇപ്പോഴും അനുകരിച്ചു പോരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. സ്ത്രീ ഇരിക്കുന്നത് പെരുവെള്ളത്തിൻ്റെ മീതെയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വേദഭാഗം പഠിക്കുവാൻ വായിക്കേണ്ടതായ ചില വേദഭാഗങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 17-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഈ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പെരുവെള്ളത്തിൻ മീതെ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് സർവ്വലോകത്തിലും പടർന്നു പന്തലിച്ചിരിക്കുന്ന റോമാസഭയുടെ ചിത്രമാണ് എന്ന് വ്യക്തമാകുകയാണ്. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന KE എബ്രഹാം എഴുതിയ പുസ്തകത്തിലും ഇത് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല മഹാകവി KV സൈമൺ സാറ്, എസക്കേൽ സാറ് തുടങ്ങിയവരൊക്കെ ഈ കാര്യം അംഗീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൃഗം ആരാണ് എന്നതിൻ്റെ ഉത്തരം നൽകുകയാണ്. 49-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെയും സ്നേഹത്തെയും കാണാതെ പോയ ഒരു രാഷ്ട്രീയ നേതാവാണ് മൃഗം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യനിൽ സാത്താൻ പ്രവേശിക്കുമ്പോൾ അന്തിക്രിസ്തു അഥവാ എതിർക്രിസ്തു ആകുന്നു എന്നതാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കരയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്ന് കാണുന്നു. ഇവിടെ കാണുന്ന കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു. ആത്മീയതയുടെ അധികാരം പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞാടിൻ്റെ 2 കൊമ്പ് കാണിക്കുന്നത്. എന്നാൽ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീയ അധികാരം ലോകത്തിലുണ്ട്, എന്നാൽ എതിർക്രിസ്തുവിൻ്റെ അനുയായിയായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഓർമ്മ തന്നെയാണ്. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ലോക സ്വാധീനമുള്ള റോമൻ കത്തോലിക്ക സഭ ഒരു കള്ളപ്രവാചകൻ എന്ന പോലെ മതങ്ങളുടെ പ്രതിനിധിയായി നിന്ന് അന്തിക്രിസ്തുവിന് അനുകൂലമായി ജനങ്ങളെ വഞ്ചിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് കാണിക്കുന്നത്. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മതം ക്രൈസ്തവ മതം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ആ ക്രൈസ്തവ മതത്തിൻ്റെ പ്രതിനിധിയായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ന്യായമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ മത്തയായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവസഭയുടെ ആരംഭം മുതൽ പരിശോധിച്ചാൽ ദൈവസഭയ്ക്കെതിരായി നിന്നവരെ മുച്ചൂടം മുടിച്ച പാരമ്പര്യമാണ് റോമാസഭയ്ക്കുള്ളത്. മത്തരാക്കുക എന്നതിൻ്റെ അർത്ഥം അടിമയാക്കുക, സ്വബുദ്ധി ഇല്ലാതാകുക, കീഴ്പ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ് നൽകുന്നത്. ദൈവജനത്തെ കൊന്ന് ഉന്മൂലനം ചെയ്ത ചരിത്രമാണ് റോമാസഭയ്ക്കുള്ളത് എന്നുള്ളത്
ചരിത്രം പഠിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗോഡ് ബ്ലസ് യു.